ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരളു കരിക്കല്ലേ, നീറി മരിക്കല്ലേ, ദുരിതം വരിക്കല്ലേ, മദ്യം വിഷമല്ലേ. കരളു കരിക്കല്ലേ, നീറി മരിക്കല്ലേ, ദുരിതം വരിക്കല്ലേ, മദ്യം വിഷമല്ലേ. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ومن يذق الدنيا فإني طعمتها وسيق إلينا عذبها وعذابها. فما هي إلا جيفة مستحيلة عليها كلاب همهن اجتذابها. طوبى لنفس أولعت قعر دارها مغلقة الأبواب مرخى حجابها. واعلموا أمة سيدنا ومولانا محمد. ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അശ്രദ്ധരായി ഇഹലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം തൽപരരായി കഴിഞ്ഞുകൂടേണ്ടവരല്ല നമ്മളാരും. ജീവിതത്തിന്റെ അനിവാര്യത എന്നുള്ള നിലക്ക് മാത്രമാണ് ദുന്യാവുമായി നമുക്കുള്ള ബന്ധം. അതിനപ്പുറം നമുക്കുള്ളത് ശരിയായ ജീവിതമാണ്. അത് 25, 30, 40 വർഷങ്ങളിൽ പരിമിതമായ ജീവിതമല്ല. അനന്തമായ, അറ്റമില്ലാത്ത, സുദീർഘമായ ഒരു ജീവിതമാണത്. ആ ജീവിതത്തിന് വേണ്ടിയുള്ള, ആ തിരിച്ചുപോക്കിന് വേണ്ടിയുള്ള ഇടത്താവളം മാത്രമാണ് അല്ലാഹുവും തിരുദൂതരും നമ്മെ ഉത്ബോധിപ്പിച്ച ദുന്യവിയായ ജീവിതം. അതിനാൽ കൂടുതൽ നമ്മുടെ ശ്രദ്ധ ശരിയായ ജീവിതത്തെക്കുറിച്ചായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ആ ജീവിതത്തിന്റെ സുരക്ഷ നിലകൊള്ളുന്നത് മഗ്ഫിറത്തിലാണ്. മഗ്ഫിറത്ത്, അതായത് ഇഹലോക ജീവിതത്തിൽ മനുഷ്യനിൽ സഹജമായ ഭൗതിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അപ്പോൾ നാം തെറ്റുകാരും കുറ്റവാളികളുമാകും. അതാവില്ല എന്ന് അല്ലാഹുവും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള മടക്കം വേണം. അല്ലാഹുവിനെ കണ്ടു പിഴവുകളെ പൊറുപ്പിക്കണം. പിഴവുകൾ പുറത്താൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. അല്ലാഹു തആല നമ്മുടെ പിഴവുകൾ പൊറുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പൊറുക്കണമെന്നുള്ള മനോഭാവം നമുക്കില്ല എങ്കിൽ എത്രമാത്രം സുഭിക്ഷമായി നാം ഇഹലോകത്ത് ജീവിച്ചാലും
നീർക്കുമിളകൾ പോലെ അത് നശിച്ചു പോവുക തന്നെ ചെയ്യും. ഈ ഒരൊറ്റ ദർശനം, ശരിയായ ജീവിതത്തിന്റെ ദർശനം മഹാനായ ഹബീബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആത്മമിത്രങ്ങളായ സഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. ഖന്തഖിന്റെ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ദുർഘടമായ സന്ദർഭം, അസഹ്യമായ കൊടുംചൂടിൽ ഒരുക്കിയൊലിക്കുകയാണ് മദീന മുനവ്വറ. നഗരത്തിലെ ദുർബലരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വിശപ്പും ദാഹവും സഹിച്ച് മഹാന്മാരായ സഹാബികൾ കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നേരം ആഹാരം കഴിച്ച് വിശ്രമിച്ചിട്ടല്ല അവർ പണി തുടങ്ങുന്നത്. ഓരോ നേരവും ആഹാരം കഴിച്ച് അരമണിക്കൂർ വിശ്രമിച്ചിട്ട് ചെയ്യുന്ന തൊഴിലല്ലാതെ പല ദിവസങ്ങളിലും അവർക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട റേഷനായി ലഭിച്ചത് ഒരു ഈത്തപ്പഴച്ചുളയും പച്ചവെള്ളവും മാത്രമാണ്. അവരുടെ കഠിനമായ ത്യാഗങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കരളുരുകി ദുആ ചെയ്തുകൊണ്ട് അവരുടെ സ്നേഹനിധിയായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിലാപർവ്വതത്തിന്റെ മുകളിലുള്ള പാറക്കല്ലിൽ ഇരിക്കുന്നുണ്ട്. മദീനയിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഖന്തഖിന്റെ പരിസരത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനാകും. അവിടുന്ന് ഇരുന്ന ഇരിപ്പിടം ഇന്ന് മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയാണ്. അതൊരു ചെറിയ പാറക്കല്ലായിരുന്നു. കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് എത്ര ശ്രമിച്ചിട്ടും പൊട്ടിക്കാൻ കഴിയാത്ത കഠിനമായ ഒരു പാറക്കല്ല് ഇടയിൽ കുടുങ്ങിപ്പോയപ്പോൾ അവർ വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിഭവം പറഞ്ഞു. അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി വരികയാണ്. വളരെ പണിപ്പെട്ടാണ് അവിടുന്ന് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 57 വയസ്സ് പ്രായമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ആ കിടങ്ങിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് ആയുധവും വാങ്ങി ഇറങ്ങുമ്പോൾ അറിയാതെ എവിടെയോ തട്ടി ആ കുപ്പായം പൊങ്ങിപ്പോയി. അപ്പോഴാണ് സഹാബികൾ ശ്രദ്ധിച്ചത്, ആ കുപ്പായത്തിനടിയിൽ വയറിന് മുകളിൽ മിനുസമേറിയ പരന്ന ഒരു പാറക്കല്ല് റസൂലുള്ള കെട്ടിവെച്ചിട്ടുണ്ട് എന്ന്. എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ് ഒട്ടിപ്പോയാൽ സ്വാഭാവികമായും നട്ടെല്ല് വളയും. അങ്ങനെ നട്ടെല്ല് വിശപ്പിന്റെ പേരിൽ വളഞ്ഞ് താഴെ ഇറങ്ങുന്നത് സഹാബികൾ കണ്ടാൽ അവർക്ക് അവരുടെ വിശപ്പ് പ്രശ്നമല്ല, പക്ഷേ റസൂലുള്ളാഹിന്റെ അവസ്ഥ അവരെ വേദനിപ്പിക്കും. ഈ യാഥാർത്ഥ്യം അവർ അറിയാതിരിക്കാൻ വേണ്ടി, നട്ടെല്ല് നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ്, ബാലൻസ് ഒപ്പിക്കാനാണ് ആ കല്ല് കെട്ടിയത്. എന്നിട്ട് അതിന്റെ മുകളിൽ കുപ്പായം ധരിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങി വന്നത്. പക്ഷേ സഹാബികൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവരുടെ ഹൃദയം വേദനിച്ചു. അവരുടെ വേദനകളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അവരെ സാന്ത്വനപ്പെടുത്തി. അവിടുന്ന് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ നിമിഷം അവർക്ക് സാന്ത്വനമായി അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. اللهم لا عيش إلا عيش الآخرة. അല്ലാഹുവേ, പരലോകത്തിന്റെ ജീവിതമല്ലാതെ ജീവിതമില്ല. ലാ ഐഷ, ജീവിതം തന്നെ ഇല്ല. ഇല്ല ഐഷൽ ആഖിറ, ആഖിറത്തിന്റെ ജീവിതം അല്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഇഹലോകത്തെ ജീവിതം പോലുമല്ല. ജീവിതം ആണെങ്കിലല്ലേ അതിനെ കണക്കിലെടുക്കേണ്ടതുള്ളൂ എന്ന്. അതൊരു ജീവിതമായിട്ട് തന്നെ കണക്കിലെടുക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിനോടാണ് പറയുന്നത്, പക്ഷേ സഹാബികൾ ശ്രദ്ധിക്കാനാണ്.
അവരത് ഉൾക്കൊള്ളാനാണ്. ഇവിടെ പട്ടിണി കിടന്നാലും, ഇവിടെ രോഗിയായാലും, ഇവിടെ അവശനായാലും, ഇവിടെ ദരിദ്രനായാലും അതൊന്നും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തിലെടുക്കേണ്ട വിഷയങ്ങളല്ല എന്ന്. അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ വേവലാതിപ്പെടണ്ട. വിശപ്പാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ആഹാരം കഴിക്കാനില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അതിനെപ്പറ്റി ഗൗരവത്തിലെടുക്കണമെങ്കിൽ അതൊരു വിലപ്പെട്ട ജീവിതം ആകണ്ടേ? ഇതൊരു ജീവിതം പോലും അല്ലല്ലോ, എന്നിട്ടല്ലേ വിലപ്പെട്ട ജീവിതമാകുന്നത്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അതുകൊണ്ട് തമ്പുരാനെ, എൻ്റെ ഈ നിഷ്കാമ കർമ്മികളായ അൻസാരികളും മുഹാജിറുകളുമായ ഈ സ്വഹാബികൾക്ക് നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. റസൂലുള്ളാഹിന്റെ ദുആ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. ഈ അൻസാരികൾക്കും മുഹാജിറുകൾക്കും പഠിച്ചവനെ വയറ് നിറച്ച് തിന്നാൻ കൊടുക്കണം എന്നല്ല റസൂലുള്ളാഹി ദുആ ചെയ്തത്, അവർക്ക് പുറത്തു കൊടുക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ട്? അവരുടെ ജീവിത ആഖിറത്തിലാണ്, അത് വിജയിക്കണം, രക്ഷപ്പെടണം. അല്ലാതെ ഇവിടെ വയറ് നിറച്ച് തിന്നിട്ട് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയോ? അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമല്ല. ഇവിടുത്തെ പട്ടിണിയോ പരിവട്ടോ വിഷമോ ഒന്നും നിങ്ങൾ ഗൗരവത്തിലെടുക്കണ്ട. പരലോകത്ത് വിജയിക്കണം, അതിന് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണം. ഇത് റസൂലുള്ളാഹി നൽകിയ ഒരു സന്ദേശമാണ്. അത് ഒരു നിർണായക ഘട്ടത്തിൽ വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് ദുആ ചെയ്യാമായിരുന്നു. ഖന്തഖിലും ഉഹദിലും ബദറിലൊക്കെ ഉണ്ടായ എണ്ണമറ്റ സംഭവങ്ങളുണ്ട്. പക്ഷേ ചരിത്രം പറഞ്ഞു പോയാൽ അതിലേറ്റ് പോകും നമ്മുടെ വിഷയങ്ങൾ. ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല. വിശപ്പിന്റെ മേൽ വിശപ്പ് സഹിച്ച, കഠിനമായ വിശപ്പ് സഹിച്ച സന്ദർഭങ്ങൾ അല്ലാഹുവിൻ റസൂലിന് എത്രയോ ഉണ്ടായിട്ടുണ്ട്, സ്വഹാബികൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതത്രയും സഹിക്കുകയല്ലാതെ അതിൻ്റെ പേരിൽ അവർക്ക് ഇഹലോകത്തിന്റെ സമൃദ്ധികൾ കിട്ടാൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് പോയിട്ട് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് വഅള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പതിവനുസരിച്ച് റസൂലുള്ളാഹിന്റെ കാലഘട്ടം മദീന പള്ളി ജനനിബിഡമാണ്. എന്തുകൊണ്ടെന്നാൽ അറിവുള്ളവരും സാധാരണക്കാരും ഗ്രാമീണരും ബദവികളും എല്ലാം ഒഴിവ് കിട്ടിയാൽ, അവർക്കൊരു അവസരം കിട്ടിയാൽ അവർ മദീന പള്ളിയിൽ വരും. നമസ്കാരം കഴിഞ്ഞ് റൗള ഷരീഫിൽ ഉസ്തുവാനത്ത് ആയിഷ എന്ന് പറഞ്ഞിട്ടൊരു തൂണുണ്ട്, ഇപ്പോഴും ഉണ്ടാ തൂൺ. ഉസ്തുവാനത്ത് ആയിഷ, ആയിഷ ബീവിയാണ് ആ സ്ഥാനം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്നുകൊണ്ടാണ് പിൽക്കാലത്തേന് ഉസ്തുവാനത്ത് ആയിഷ എന്ന് പേര് കിട്ടിയത്. റസൂലുള്ളാഹിന്റെ കാലത്തേന് ഉസ്തുവാനത്ത് ആയിഷ എന്ന് പേരില്ല. റസൂലുള്ളാഹി ഇരുന്നിരുന്ന ആ സ്ഥലം പിന്നീട് വന്ന ആളുകൾക്ക് നിർണയിച്ചു കൊടുത്തത് ആയിഷ ബീവി റളിയല്ലാഹു തആലയാണ്. കാരണം ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് വാതിലിങ്ങ് തുറന്നാൽ നേരെ കാണുന്ന സ്ഥലമാണ്. ആയിഷ ബീവിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ വഫാത്തായി കിടക്കുന്ന ഖബറിടമുള്ള റൂം. ആ സ്ഥലത്തുണ്ടായിരുന്ന തൂണിൽ ജനങ്ങളിലേക്ക് അഭിമുഖമായി നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് ചാരിയിരിക്കും. അത് റസൂലുള്ളാഹിന്റെ സ്ഥിരം സ്ഥാനാണ്. അവിടെയാണ് സ്വഹാബികൾ വന്നിരിക്കുക. അവര് അവിടുത്തെ മുന്നിൽ നിശബ്ദരായിരിക്കും. എന്തിന്? ആ അധരങ്ങളിൽ നിന്ന് വീഴുന്ന സതുപദേശങ്ങൾ കേൾക്കാൻ. അമൂല്യമായ വാക്കുകളായിരിക്കും. ഒരു ദിവസം നിറഞ്ഞ സദസ്സാണ്, അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു തആല കയറി വരുന്നത്. അബൂ തല്ലത്തുൽ അൻസാരിയുടെ വീട് റസൂലുള്ളാഹി ആ ഇരുത്തം ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നാൽ നേരെ മുന്നിൽ കാണുന്നതാണ് അബൂ തല്ലത്തുൽ അൻസാരിയുടെ വീട്. അത് റസൂലുള്ളാഹി വാങ്ങിക്കൊടുത്തതാണ്. അബൂ തല്ലത്തുൽ അൻസാരി മഹാപാവപ്പെട്ട സഹാബിയാണ്. അവിടുന്ന് താല്പര്യപ്പെട്ട് ഒരു ചെറിയ ഒരു തോട്ടവും ഒരു കിണറും ഒരു വീടും ഉണ്ടാക്കി കൊടുത്താണ്. ഇന്ന് അബൂ തല്ലത്തുൽ അൻസാരിയുടെ വീടും കിണറും മസ്ജിദ് നബവിയുടെ ഉള്ളിലാണുള്ളത്. ഇപ്പോഴത്തെ പുതിയ ഫഹദ് രാജാവിന്റെ വികസനത്തോടു കൂടി അതൊക്കെ പള്ളിന്റെ ഉള്ളിൽ പെട്ടുപോയി. എന്നാലും ആ കിണറിന്റെ സ്ഥാനം, മദീനയിലെ ഏറ്റവും സമൃദ്ധമായ ജലസ്രോതസ്സായിരുന്നു അബൂ തല്ലത്തുൽ അൻസാരിയുടെ കിണർ. ആ സ്ഥാനം ഇപ്പോഴും അവിടെ മാർബിൾ കൊണ്ട് പള്ളിയുടെ ഉള്ളിൽ വൃത്താകൃതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് വന്ന് പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറാണ്. പുറകില് റസൂൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. സഹാബികൾ ആരും അബൂ തല്ലത്തുൽ അൻസാരി വന്നത് കാണില്ല, കാരണം അവരുടെ പിന്നിലാണല്ലോ വരുന്നത്. അബൂ തല്ലത്തുൽ അൻസാരി കയറിയിട്ട് അവിടെ തന്നെ നിന്നു.
കാരണം റസൂൽ എന്തോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് കേൾക്കുന്നില്ല. പിന്നിലേക്ക് പുറകിലിരിക്കുന്ന ആളുകൾ അത് കേൾക്കുന്നില്ല. മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കുറച്ചു സമയം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. നാവ് കുഴഞ്ഞു പോകുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവശനായി പോയതിനാൽ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാവുന്ന വിധം സംസാരിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂല് വിഷമിക്കുന്നതാണ് അബൂ തല്ലത്തുൽ അൻസാരി കാണുന്നത്. സഹാബികൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് ഓടിച്ചെന്നു. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സഹാബിയാത്തുകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും തന്റേടിയായിരുന്ന, ബുദ്ധിമതിയായിരുന്ന, സമർത്ഥയായിരുന്ന ഉമ്മു സുലൈമിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മു സുലൈം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ വാക്കുകൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തേക്ക് വരാത്ത വിധം അവിടുന്ന് അവശനായി പോയിരിക്കുന്നു. ഉമ്മു സുലൈം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. റസൂലുള്ളാഹിക്ക് ഒരു ചെറിയൊരു ആശ്വാസത്തിന് ആഹാരം കൊടുക്കാൻ. ഉമ്മു സുലൈം നോക്കി, തപ്പി നോക്കി, എന്താണുള്ളത്. 2 ദിവസം മുമ്പ് അവർ ആഹാരം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗോതമ്പ് റൊട്ടിയുടെ അവശിഷ്ടങ്ങളുണ്ട്. ഒരു റൊട്ടി ഉണ്ടാക്കിയിട്ട് 2 ദിവസമായി. അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടാണ് അവർ കഴിക്കുന്നത്. ഓരോ ദിവസം വിശപ്പ് മാറ്റുന്നത്. അതിന്റെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കതിന്റെ പൊട്ടും പൊടിയാണ്, അതുണ്ട്. ഉമ്മു സുലൈം എന്ത് ചെയ്തു അറിയോ? ഒരു തട്ടം വിരിച്ച് ആ പൊട്ടും പൊടിയൊക്കെ എടുത്ത് അതിലിട്ട് അത് പൊതിഞ്ഞ് മടക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ കുട്ടിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, നീ ഇത് റസൂലുള്ളാഹിക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകണം? പൊതി ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോയാൽ വഴിയിൽ നിന്ന് ആളുകൾ കാണും. അവർ ചോദിക്കുക, എന്താണ്? റൊട്ടിയാണെന്ന് പറഞ്ഞാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. കാരണം എല്ലാവരും വിശന്നിരിക്കുക തന്നെയാണ്. അപ്പൊ അത് ജനശ്രദ്ധയിൽ വരാതിരിക്കാൻ കുപ്പായത്തിന്റെ ഉള്ളിൽ വെക്കണം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കൈത്തൊക്കിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കോന്ന് പറഞ്ഞു. ഉമ്മു സുലൈം ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥയൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂല് അറിയാൻ ഇടയില്ല. കാരണം റസൂൽ അവിടെ വേറെ ഷോഗലാണ്. സഹാബികൾ ആരും അറിയാൻ ഇടയില്ല. കാരണം അവർ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ശബ്ദം പുറത്തു വന്നാൽ അത് കേൾക്കാൻ വേണ്ടി. ഈ 3 ആളുകളല്ലാതെ ഈ കഥയൊന്നും അറിയില്ല. അങ്ങനെ അനസ് റളിയല്ലാഹു തആല ഞങ്ങൾ പറയുന്നു, ഞാൻ ആ പൊതിയും കുപ്പായത്തിന്റെ ഉള്ളിൽ വെച്ച് ഒരു മനുഷ്യനും കാണാതെ മെല്ലെ പള്ളിയിലേക്ക് കയറി ചെന്നു. ഏതാണ്ട് റസൂലുള്ളാഹിന്റെ അരികിലെത്തി. റസൂലുള്ളാഹി എന്നെ ശ്രദ്ധിച്ചതും ഉടനെ എന്നോട് ചോദിച്ചു, അനസ്, നിന്നെ അബൂ തല്ലത്തുൽ അൻസാരി പറഞ്ഞയച്ചതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആഹാരത്തിന്റെ കാര്യത്തിലാണോ? റൊട്ടിയായിട്ട് പറഞ്ഞയച്ചതാണോ എന്നല്ല ചോദിച്ചത്, ആഹാരത്തിന്റെ വിഷയമാണോ? സബ്ജക്റ്റ് ആഹാരല്ലേ? അതേന്ന് പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സഹാബികളോട് പറഞ്ഞു, അബൂ തല്ലത്തുൽ അൻസാരിന്റെ വീട്ടിൽ ആഹാരമുണ്ട്, എല്ലാവരും വരീന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സഹാബികൾ എന്താ മനസ്സിലാക്കുക? അനസ് ബിൻ മാലിക്കിനെ അബൂ തല്ലത്തുൽ അൻസാരി പറഞ്ഞയച്ചതാണ്, അവിടെ ചോറുണ്ടാക്കിയിട്ട് വിളിക്കാനെന്നല്ലേ കേൾക്കുന്നോ മനസ്സിലാക്കുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു പറയണേ, ഞാനൊരൊറ്റ ഓട്ടം ഓടി തിരിച്ച്. കാരണം എന്താ പറയുന്നത്, വിവരം പറയണ്ടേ ഇവരോട്. ഓടിച്ചെന്നിട്ട് അബൂ തല്ലത്തുൽ അൻസാരിനോട് പറഞ്ഞു, റസൂലും സഹാബികളും ആഹാരം കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അബൂ തല്ലത്തുൽ അൻസാരിയുടെ ബേജാറ് പിന്നെ പറയണം. മൂപ്പര് അല്ലെങ്കിൽ തന്നെ ഒരു പാവം മനുഷ്യനാണ്, ശുദ്ധനാണ്. ഓടി അകത്ത് കയറിയിട്ട് ഉമ്മു സുലൈമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മു സുലൈമെ ആകെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. റസൂലും സഹാബികളെല്ലാം കൂടി ആഹാരം കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഉമ്മു സുലൈമാണ്. ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങളോട് ഉണ്ടാതിരുന്നോളൂ, എന്തിനാ ബേജാറാകുന്നു? ആരായി വരുന്ന ആള്? അള്ളാഹുവിന്റെ റസൂലല്ലേ? റസൂലുള്ള ഒന്നും കാണാതെ ഇങ്ങോട്ട് വരൂല. അള്ളാഹുവിന്റെ റസൂൽ ഒന്നും കാണാതെ അങ്ങനെ വരുന്ന ആളല്ല. നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട. റസൂലുണ്ടോ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ സമാധാനമായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞു. ഉമ്മു സുലൈം തന്റെ ഇടം. മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി നിൽക്കുകയാണ് റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ മുന്നിൽ, പുറകിൽ ആ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ അന്തേവാസികളായ 70-ൽ ചില്ലാനം ആളുകൾ, വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന 70-ൽ ചില്ലാനം ആളുകൾ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അബൂ തല്ലത്തുൽ അൻസാരിക്ക് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് റസൂല് നേരെ അകത്തേക്ക് കയറി വരികയാണ്.
സഹാബികളൊക്കെ മുറ്റത്ത് തന്നെ നിന്നു. അകത്ത് കയറിയിരിക്കാൻ സ്ഥലമുള്ള വീടൊന്നും അല്ലല്ലോ അത്. 70 ആള് വന്നാൽ എവിടെ ഇരിക്കുക? അങ്ങനത്തെ ഒരു വീട് എന്ന് പറയാവുന്ന സാധനമൊന്നല്ല, അതൊരു കുടിലാണ്. ഈ തപ്പനയോല കൊണ്ടുണ്ടാക്കിയ കുടിൽ. അള്ളാഹുവിന്റെ റസൂല് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ഉമ്മു സുലൈം, ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. മുസ്ലിം റസൂൽ എന്താണ് ഇവിടെ ആഹാരം എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഉമ്മു സുലൈം ആ പൊതി എടുത്ത്, നേരത്തെ കൊടുത്ത പൊതി ഉണ്ടല്ലോ, അത് തുറന്നാണ്ട് ഇവിടെ ഇതേനുള്ളൂ, വേറൊന്നുമില്ല എന്ന്. കൂളായിട്ട്, ഒരു ബേജാറില്ല, ഒരു ടെൻഷനും ഇല്ല. 10-70 ആളുകൾ മുന്നിലുണ്ട്, റസൂലുള്ളാഹിനെ വന്നിട്ടില്ല. ആ ബേജാറൊന്നും ഉമ്മു സുലൈമിനില്ല. കാരണം ഉമ്മു സുലൈമിന് അറിയാം ഇത് റസൂലാണ്, വെറുതെ ഇങ്ങോട്ട് വരൂല, അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ ഉമ്മു സുലൈമിനോട് പറഞ്ഞു, ഉമ്മു സുലൈം നീ ഒരു വലിയ പാത്രം എടുക്കുമെന്ന് പറഞ്ഞു. ഉമ്മു സുലൈം വലിയ വട്ടത്തിലുള്ള ഒരു തളിക കൊണ്ടുപോയി കൊടുത്തു. ഉമ്മു സുലൈം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ആ തട്ടങ്ങനെ കുടഞ്ഞിട്ട് അതിലുള്ള പൊട്ടും പൊടിയൊക്കെ ആ പ്ലേറ്റിലേക്ക് ഇട്ടു. ായതുകൊണ്ട് കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ റൊട്ടിയുടെ കഷ്ണങ്ങളും പിന്നെ അതിന്റെ പൊടിയും പൊട്ടൊക്കെ അതിലുള്ളതൊക്കെ റസൂൽ ഇങ്ങനെ കൊടയാണ്, അതിന്റെ ചെറിയ ഒരു പൊട്ട് പോലും താഴെ വീഴാൻ വേണ്ടി കുടഞ്ഞ് അതിലിട്ട്, എന്നിട്ട് തട്ടങ്ങ് കൊടുത്തു. ഉമ്മു സുലൈം പറയുന്നു, ആ പാത്രം ചുണ്ടിനോടടുപ്പിച്ച് അള്ളാഹുവിന്റെ റസൂല് അതിൽ എന്തോ പറയുന്നത് ഞാൻ കണ്ടു. അതായത് മന്ത്രിക്കുകയാണ്. എന്താണ് റസൂലുള്ള പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ചുണ്ടിനോടടുപ്പിച്ച് പിടിച്ചിട്ട് എന്തോ മന്ത്രിക്കുന്നത് ഞാൻ കണ്ടു. അതവിടെ വെച്ചിട്ട് അബൂ തൽഹ അൻസാരിയോട് റസൂൽ പറഞ്ഞു, അബൂ തൽഹ ആ കൂട്ടത്തിൽ നിന്ന് 10 ആളുകൾ അങ്ങ് വിളിക്കുന്നു. കാരണം അകത്ത് സ്ഥലമില്ല. ആ 10 ആളുകൾ വളരെ വട്ടത്തിലിരിക്കാൻ പറഞ്ഞ് അവരുടെ മുന്നിൽ ആ തളിക വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, കുലു തിന്നോളൂ എന്ന് പറഞ്ഞു. അവര് ആ 10 ആളുകൾ ആ പാത്രത്തിൽ നിന്ന് റൊട്ടി തിന്നു. എല്ലാവരും വിശപ്പ് മാറിയപ്പോൾ എഴുന്നേറ്റു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി. അടുത്ത 10 ആളുകളോട് വരാൻ പറഞ്ഞു. 7 പ്രാവശ്യമായി 10 ആളുകൾ വീതം ആഹാരം കഴിച്ചു. ഉമ്മു സുലൈം പറയുകയാണ്, ഞാൻ ആ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 70 ആളുകൾ ആഹാരം കഴിച്ച് പുറത്തു പോകുമ്പോൾ അല്ലാഹു റസൂൽ കുടഞ്ഞിട്ട് ആ റൊട്ടിയുടെ കഷ്ണങ്ങൾ അതിൽ തന്നെ കുന്നുണ്ട്. അതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ അനസിനെയും അബൂ തൽഹയെയും വിളിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവര് 3 പേരും കൂടെ അതിൽ നിന്ന് റൊട്ടി കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആ പ്ലേറ്റ് എനിക്ക് തിരിച്ചു തരുമ്പോൾ പഴയ റൊട്ടിയുടെ അവശിഷ്ടങ്ങൾ ആ പാത്രത്തിൽ തന്നെ ബാക്കിയുണ്ടായിരുന്നു. സന്തുഷ്ടരായ സ്വഹാബികൾ പള്ളിയിൽ പോയി റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അവിടുന്ന് തിരിച്ചു വന്ന് ആ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖത് തവക്കുൽ ലറസഖകും കമാ റസഖത് തുയൂർ തഗദു ഖിമാസം വതറൂഹു ബിതാനാ. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖത് തവക്കുൽ, നിങ്ങൾ അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഹഖ്ഖ തവക്കുൽ, ശരിയായ തവക്കുൽ. ബസിന്റെ മുന്നിൽ എഴുതിക്കുന്ന തവക്കൽ അല്ല, ശരിക്കുള്ള തവക്കുല്. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ തവക്കുൽ ചെയ്താൽ ലറസഖകും കമാ റസഖത് തുയൂർ, പറവകൾക്ക് ആഹാരം കൊടുത്തതുപോലെ അല്ലാഹു നിങ്ങൾക്ക് ആഹാരം തരും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ, പ്രഭാത സമയത്ത് ഒട്ടിയ വയറുമായി നിങ്ങൾ സുബ്ഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന നേരം ആകാശച്ചെരിവിലൂടെ സംഘങ്ങളായി ഒട്ടിയ വയറുമായി കളകൂജനം മുഴക്കിക്കൊണ്ട് ചിറകടിച്ച് പറന്നു പോകുന്ന പറവകളുടെ പറ്റങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ പറവകൾ വൈകുന്നേരം ഉല്ലാസഭരിതരായി നിറഞ്ഞ വയറുകളുമായി അവരുടെ കൂടുകളിലേക്ക് തിരിച്ചു പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ജോലി ആരും വാഗ്ദാനം ചെയ്തതല്ല, ഒരു ശമ്പളമുള്ള പണിയാരും ഏർപ്പാടാക്കി കൊടുത്തതല്ല. ആ പറവകളുടെ വയറിൽ ആഹാരം നിറച്ചവനായ അല്ലാഹു അവകൾക്ക് ആഹാരം കൊടുത്തതുപോലെ നിങ്ങൾക്കും ആഹാരം തരും. പക്ഷേ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ല, ആഹാരം കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെ അത് കിട്ടുകയെന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞതാണല്ലോ അത്, അല്ലേ?
റസൂലുള്ളാഹി വെറുതെ ഊഹാപോഹം പറഞ്ഞതല്ലല്ലോ. അവരുടെ മുന്നിൽ എങ്ങനെയാണ് അള്ളാഹു അവർക്ക് റിസ്ക് നൽകുക എന്ന് കാണിച്ചു കൊടുത്ത് വയറ് നിറച്ചു കൊടുത്തിട്ടായി പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്, ഐനുൽ യഖീനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് അവർ കണ്ട യാഥാർത്ഥ്യം അത് കിട്ടുന്നുള്ള ഉറപ്പാണ്. എന്താണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ നമുക്ക് നൽകുന്ന സന്ദേശം? നിങ്ങൾ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുക, എപ്പോഴും അത് ശ്രദ്ധിക്കണം. പക്ഷേ നാം ഏറ്റവും അധികം വിസ്മരിക്കുന്നത് അള്ളാഹുവിനെയാണ്. നിസ്കരിക്കാത്തത് കൊണ്ടല്ലാതെ, നിസ്കരിക്കുന്നൊക്കെ ഉണ്ട് നല്ലോണം, നോമ്പ് വെക്കുന്ന ഇബാദത്തും ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിനെ ഓർമ്മയില്ല. നിങ്ങൾ നോക്കിപ്പോൾ നല്ല ചൂടാണ്, മഴ പെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി, ഏതാണ്ട് കിണറുകളൊക്കെ വെള്ളം വറ്റാൻ തുടങ്ങി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഹീറ്റാവും, ഉഷ്ണം കൂടും, ആശയങ്ങളിൽ നിന്ന് വെള്ളമൊക്കെ ബാഷ്പീകരിച്ചു പോകും, ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ അറകളിലുള്ള ജലസ്രോതസ്സുകൾ കുറഞ്ഞു പോകും, കിണറുകൾ വറ്റും, പുഴകൾ വറ്റും, എവിടെയും വെള്ളം ഉണ്ടാവില്ല. ഇങ്ങനത്തെ എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലൊക്കെ നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. എന്താ നമ്മൾ ചെയ്തത്? എന്താണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെ എന്താണ് ചെയ്തത്? പത്രങ്ങളിൽ മുഴുവൻ പിന്നെ വാർത്തതായിരിക്കും, ചാനലുകൾ വാർത്തതായിരിക്കും. കൊടും വരൾച്ച, കോഴിക്കോട് ജില്ലയിൽ കൊടും വരൾച്ച, പാലക്കാട് ജില്ലയിൽ കൊടും വരൾച്ച, കൃഷികൾ ഉണങ്ങിപ്പോയി, കർഷകന്മാർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി, വെള്ളമില്ലാതെ ജനങ്ങൾ റോട്ടിലൂടെ പരക്കം പായുന്ന പാത്രങ്ങളുമായിട്ട് ടാപ്പിന്റെ അടുത്തേക്ക്. വല്ലപ്പോഴും ജലസേചന വകുപ്പ് നൽകുന്ന 1 മണിക്കൂർ വെള്ളത്തിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും റോഡ് സൈഡിൽ പാത്രങ്ങളുമായിട്ട് ക്യൂ നിൽക്കുന്നതിന്റെ ഫോട്ടോ പത്രങ്ങളിൽ വരുന്നു. വലിയ ഇഷ്യൂ ആണത്, വരൾച്ച. നമ്മൾ അതിൽ പങ്കാളിയാവും. നമ്മൾ എഴുതും പത്രങ്ങളിൽ കൊടും വരൾച്ചയാണ്, അതിന്റെ കാഠിന്യം. കല്യാണത്തിന് പോയിരുന്നാൽ, മരിച്ച വീട്ടിൽ പോയിരുന്നാൽ ഒക്കെ പറയാനുള്ളതാണ്, ചൂട്, അസഹ്യമായ ചൂട്. ചർച്ച മുഴുവൻ അതാണ്. ഒരാളെ കണ്ടാൽ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ വെള്ളമുണ്ടോ, നിങ്ങളെ കിണറ്റിൽ വെള്ളമുണ്ടോ, അല്ലേ പറയില്ലേ? അവർ പറയും വെള്ളമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളവിടെ എങ്ങനെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളമില്ല. ഈ വെള്ളമില്ലായ്മയുടെ 100,000 കേസ് നമ്മൾ പറയുന്നു. നമുക്ക് പള്ളികളുണ്ട്, ജുമഅകളുണ്ട്, നമസ്കാരമുണ്ട്, ജമാഅത്തുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ആ കൊടും വരൾച്ചയിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ച് വല്ലതും ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ? ആരാണ് ഈ വരൾച്ച നമുക്ക് തന്നത്? വരൾച്ചക്ക് പരിഹാരമായി വെള്ളം തരേണ്ടത് ആരാണ്? ആ വിഷയം മാത്രം നമ്മൾ ചർച്ചയിലില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അല്ലാഹ് എന്നുള്ള വിഷയം മാത്രമില്ല. സമരം നടത്തുകയാണെങ്കിൽ നമ്മളതിന്റെ കൂടെയുണ്ട്. പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ MLA ഗരാവോ ചെയ്യും, അല്ലെങ്കിൽ മന്ത്രിമാരെ വരുത്തും. ഇല്ലേ? മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ നമ്മുടെ തലയിൽ നിന്ന് പോലും അള്ളാഹ് പോവുകയാണ്. ചർച്ചയിൽ അള്ളാഹു ഇല്ല, വരൾച്ച ഉണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തും വരൾച്ച ഉണ്ടായിട്ടില്ലേ? സ്വഹാബത്തിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായിട്ടില്ലേ? അവര് പരാതിയായിട്ട് അങ്ങോട്ടാ പോയത്? പഞ്ചായത്ത് ഓഫീസിലേക്കാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് വരൾച്ച ഉണ്ടായില്ലേ? എന്താ അവർ ചെയ്തത്? എന്നെങ്കിലും നമ്മൾ ഇതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 5-8 വർഷങ്ങൾക്ക് 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വരൾച്ച ഉണ്ടായിട്ട് ജൂലൈ മാസം വന്നിട്ട് പോലും മഴ ചെയ്തില്ല. സാധാരണ ജൂൺ ആദ്യത്തിൽ മഴ ചെയ്യേണ്ടതാണ്. അന്ന് കേരളം മുഴുവനും വരൾച്ചയേക്കാൾ അധികം കത്തിക്കാളിയത് വാർത്താമാധ്യമങ്ങളിലാണ്. ചൂട് കത്തിക്കാളിയത് സകല ചാനലുകളിലും ഈ ചൂടായിരുന്നു ചർച്ച. പാലക്കാട്ടെ നെൽവയലുകൾ കത്തിക്കരിഞ്ഞ് അതിൽ വീണ് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. നമ്മളൊക്കെ അത് ചർച്ച ചെയ്തു, നമ്മളെ പത്രങ്ങളിലൊക്കെ എഴുതി. ഞാനന്ന് ഞങ്ങളുടെ പരിസരത്തുള്ള ഉസ്താദുമാരൊക്കെ വിളിച്ചു. ഞങ്ങളുടെ ഖാദി ഉണ്ടായിരുന്നു, അരീക്കുളം ബാപ്പു സാഹിബ്, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, നമ്മൾക്കൊരു പരിഹാരമല്ലേ ഇതിന്? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ മറ്റു ജനങ്ങളുടെ കൂടെ നമ്മൾ വായം പൊളച്ചിട്ട് മേലോട്ട് നോക്കിയിരിക്കേണ്ട ആളുകളാണ്. പഞ്ചായത്തിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. മഴ ഇല്ലാതായാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? മുഅ്മിനീങ്ങളായി നമ്മൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് എല്ലാവരും വിളിച്ചു കൂട്ടാന്ന് പറഞ്ഞു. 10-16 മഹല്ലിലുള്ള ഖതീബുമാർക്ക് വിവരമറിയിച്ചു. അവർ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു, നാളെ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് തുറന്ന മൈതാനിയിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാ ആളുകളും, കുട്ടികളും വലിയവരും എല്ലാവരും, വയസ്സന്മാരും എല്ലാവരും ഹാജരാകണമെന്ന് പറഞ്ഞു. 10,000-ഓളം ആളുകൾ വന്നു. രാവിലെ 9 മണിക്ക് അവിടെ വെച്ച് പള്ളിയിലെ മിമ്പർ കൊണ്ടുപോയി വെച്ച് ആ മൈതാനിയിൽ വെച്ച് ഖുത്ബ ഓതി.
ഇസ്തിസ്ഖാന്റെ നമസ്കാരം നിർവഹിച്ചു, നമ്മൾ ദുആ ചെയ്തു. അങ്ങാടിയിൽ ചില ആളുകളൊക്കെ നമ്മളെ കളിയാക്കി. കാരണം അവർ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു പരിപാടി. മഴയില്ലാതായാൽ സാധാരണ മന്ത്രിമാരോടാണ് പറയാറുള്ളത്, അല്ലേ? നിങ്ങൾ ഓർക്കണം, തൗഹീദിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ വരെ മഴയ്ക്ക് വേണ്ടി അവര് പഞ്ചായത്ത് ഓഫീസിലാണ് പോയത്. അള്ളാഹിനോട് ദുആ ചെയ്ത് നമ്മളെ അവർ പരിഹസിച്ചു എന്ന് അങ്ങാടിയിലിട്ട് കണ്ട് പരിഹസിച്ചു. മഴപ്പ പെയ്യും, ഉണ്ടായിരുന്ന മഴക്കാറൂടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. പക്ഷേ എനിക്കറിയാം, ആ സദസ്സിൽ വന്ന എത്രയോ സാധാരണ മനുഷ്യർ അവരുടെ വേദനകൾ പലരും പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിഷമം കാരണം അവരുടെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരാണ്. പക്ഷേ വെള്ളമില്ലാത്ത ദുരിതം വന്നാൽ നിർവാഹമില്ലല്ലോ, അങ്ങനെ പാത്രവും എടുത്ത് അടുത്ത വീട്ടിലേക്ക് വെള്ളത്തിന് പോകേണ്ടി വന്നു എന്ന വേദന, അതായത് പുറത്തിറങ്ങേണ്ടി വന്നതിലുള്ള വേദന. അവർ സാധാരണ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളല്ല, നിർവാഹമില്ലാതെ വെള്ളമില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങേണ്ടി വന്ന വേദന പറഞ്ഞ നാടൻ സാധാരണ മനുഷ്യർ അവരാ സദസ്സിൽ ഞങ്ങളുടെ ബാപ്പു മുസ്ലിയാർ ദുആ ചെയ്യുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉറപ്പായിരുന്നു മഴ പെയ്യുന്നു. കാരണം ആ നിഷ്കളങ്കരക്കാരായ ശുദ്ധമനസ്കരായ ബദവികളുടെ ഗ്രാമീണരുടെ കണ്ണുനീരുകളെ കാരുണ്യവാനായ അല്ലാഹു നിരാശരാക്കി വിടുകയില്ലല്ലോ. അന്ന് രാത്രി 1 മണിക്ക് ഘോരമായ മഴ തുടങ്ങി, ഘോരമായ മഴ. പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ നിർത്താതെ മഴ പെയ്തു. മഴ പെയ്തതിന് ശേഷമാണ് പത്രങ്ങളൊക്കെ അത് വാർത്താക്കിയത്. നിസ്കാരം അവർ വാർത്തയാക്കിയത് മഴ പെയ്തതിന് ശേഷമാണ്. കാരണം അവർക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, കാരണം ശുദ്ധ മനസ്കരാണ് ആ സദസ്സിൽ വന്നിട്ടുള്ളത്. സാധാരണക്കാർ, കർഷകന്മാർ, ചെറിയ വരുമാനമുള്ള ആളുകൾ, മിസ്കീന്മാര്, ഫക്കീറന്മാര്. പക്ഷേ അവർ സമ്പൽ സമൃദ്ധി ഇല്ലാത്തവരാണെങ്കിലും, കാണാൻ ഭംഗിയില്ലാത്തവരാണെങ്കിലും, മനോഹരമായ വസ്ത്രങ്ങളില്ലാത്തവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അവർ ആമീൻ പറഞ്ഞാൽ അള്ളാഹു വെറുതെയാക്കയില്ലെന്നറിയാം. നിങ്ങൾ ഓർക്കണം, ആ ശുദ്ധഗതിക്കാർ അള്ളാഹു തആല സ്വീകരിക്കില്ലേ? നമ്മൾ എന്താണ് അള്ളാഹുവിനെ മറന്നു പോകുന്നത്? എല്ലാ രംഗങ്ങളിലും ഏത് പ്രശ്നം ഉണ്ടായിരുന്നാലും വാർത്തയുണ്ട്, ചർച്ചകളുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നാം ഈ സമൂഹത്തോട് പറയേണ്ടത് അതല്ലേ? കല്യാണപ്പെരിയിൽ ചൂട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നിസ്കാരം നിസ്കരിച്ച് നോക്കാം, ഒന്നും അഭിപ്രായം പറഞ്ഞു നോക്കണ്ടേ? ഇവരെന്ത് പറയുന്ന അറിയാലോ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അതാണ്, സഹാബികൾ ചെയ്തത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് മഴയില്ലാതെ വിഷമിച്ചപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം ആ സംഭവം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ ഖലീഫയാണ്, ഭരണാധികാരിയാണ്. പക്ഷേ കനാൽ കെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒഴുകാൻ വെള്ളം വേണ്ടേ? ഈ വെള്ളം എവിടുന്ന് കിട്ടും? മഹാനായ അമീറുൽ മുഅ്മിനീൻ ആബാലവൃദ്ധം ജനങ്ങളോട് വരാൻ പറഞ്ഞു മൈതാനിയിൽ. ആ മൈതാനിയിൽ വന്നിട്ട് അന്ന് വയോവൃദ്ധനായിരുന്ന, വളരെ വാർദ്ധക്യം കൊണ്ട് അവശനായി പോയിരുന്ന, കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് ആ സദസ്സിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ സർവ വിനയത്തോടെയും അല്ലാഹുവിനോട് പറഞ്ഞു, തമ്പുരാനേ, നിന്റെ ഹബീബായ റസൂൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് അഭയമായിരുന്നത്, ഞങ്ങൾക്ക് മഴ തന്നിരുന്നത് ആ തിരുദൂതരാൻ. ഇന്നിതാ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ആ റസൂലിന്റെ അമ്മാണ് ഇരിക്കുന്നത്. അമ്മു നബിയിനാ ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ. ഞങ്ങളുടെ നബിയുടെ അമ്മാണ് ഇരിക്കുന്നത്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അല്ല. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ നബിയുടെ അമ്മാൻ, ഞങ്ങളുടെ റസൂലിന്റെ അമ്മാണ്. ആ അമ്മനെ മുൻനിർത്തിക്കൊണ്ട് പടച്ചവനെ, ഞങ്ങളുടെ ഹബീബിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മഴ തരാതെ നീ ഞങ്ങളെ വിഷമിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹ് മഴ പെയ്യിപ്പിച്ചില്ലേ? മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല നിങ്ങളുടെ കാലഘട്ടത്തിന്റെ ശേഷം അവിടുന്ന് വഫാത്തായി പോയി. അന്ന് അബൂ യസീദുൽ ബിസ്താമിയാണ് ജനങ്ങളുടെ അഭയം. പിന്നീട് അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. ജനങ്ങൾ മഴയില്ലാതെ വിഷമിച്ചപ്പോൾ രാജാവ് വിളിച്ചുകൂട്ടി ഇതുപോലൊരു സദസ്സ്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അബൂ യസീദുൽ ബിസ്താമി ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ മൂപ്പരെ പറഞ്ഞാൽ മതി മഴയും. ഇപ്പൊ എല്ലാവരും കൂടി പറഞ്ഞിട്ടും മഴ ഇതില്ല. അവസാനം ജനങ്ങൾ മഴ കിട്ടാതെ നിരാശരായി തിരിച്ചു പോകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു സാധാരണക്കാരൻ, ഒരു കാക്ക, അവരുടെ ദൃഷ്ടിയിൽ ഒരു സാധാരണക്കാരൻ, അയാൾ പറഞ്ഞു, അല്ലാഹുവേ,
എൻ്റെ മുഖത്തുള്ള ഈ രണ്ട് സാധനത്തിനെ മുൻനിർത്തി ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞു. മഴങ്ങ് പെയ്തു. അപ്പോൾ ആളുകളെല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ ഓടി വന്ന്, എന്താ ഉണ്ടായത്? അപ്പോൾ ആരോ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനോട്, എൻ്റെ മുഖത്തുള്ള ഈ രണ്ട് സാധനത്തിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഞങ്ങൾക്ക് മഴ വേണം. അപ്പോൾ ആളുകൾ ചോദിച്ചു ഇയാളോട്, എന്താണ് നിൻ്റെ മുഖത്തുള്ള സാധനം? അയാൾ പറഞ്ഞു, എൻ്റെ രണ്ട് കണ്ണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ മുഖത്തുള്ള രണ്ട് കണ്ണുകൾ. ആ കണ്ണ് ഞങ്ങളുടെ മുഖത്തുണ്ടല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇത് അബൂ യസീദുൽ ബിസ്താമിയെ കണ്ട കണ്ണുകളാണ്, അതിനെ മുൻനിർത്തിയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഏതോ ഒരുത്തൻ, എല്ലായിടത്തും ഉണ്ടാവില്ല ഈ ജാതി ആളുകൾ, ഒരുത്തൻ ചോദിച്ച്, ഓ മുഹമ്മദ് നബിനെ കണ്ട രണ്ട് കണ്ണുണ്ടായിരുന്നു അബൂജാഹിൽ, നിന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? പക്ഷെ അയാൾ പറഞ്ഞു, അബൂജാഹിൽ മുഹമ്മദ് നബിനെ കണ്ടിട്ടില്ല. അബൂജാഹിൽ മുഹമ്മദ് നബിനെ കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജാഹിൽ കണ്ടിട്ടില്ല. അബൂജാഹിൽ കണ്ടത് ആരെയാണ്? മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുല്ലാന്റെ മോനായ മുഹമ്മദിനെ കണ്ടത്. റസൂലുള്ളാനെ കാണണം, അപ്പൊ ആ കണ്ണിന് മഹത്വം ഉണ്ടാവും. അതാണ് ഞാൻ അബൂ യസീദുൽ ബിസ്താമിനെ കണ്ട കണ്ട് എന്ന് പറഞ്ഞത്. എല്ലാവരും അബൂ യസീദുൽ ബിസ്താമിനെ കണ്ടിട്ടില്ല. ആ കാലഘട്ടം അങ്ങനെയാണ്. ഇന്നും നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെയൊക്കെ തലമുറയിൽ ജീവിച്ചു പോയ മഹാത്മാക്കൾ. നിങ്ങൾക്ക് ഓർമ്മയില്ല, പുതിയറയിലെ സുലൈമാൻ മുസ്ലിയാർ, പുതിയറയിൽ വഫാത്തായി കിടക്കുന്ന സുലൈമാൻ മുസ്ലിയാർ സോപ്പ് വാങ്ങിയവനും വാങ്ങാത്തവനും കുടുങ്ങി എന്നൊക്കെ പറയേണ്ടി വരും. മൂപ്പര് പ്രത്യേക രീതിയാണ്. ആ സുലൈമാൻ മുസ്ലിയാർ, ഈ മാവൂരും പരിസരത്തൊക്കെയുള്ള കർഷകന്മാർ, പഴയ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ ദർസ് നടത്തിയിരുന്ന കാലത്ത്, സുലൈമാൻ മുസ്ലിയാരിൻ്റെ ഇരുന്ന കാലത്ത് ഈ കർഷകന്മാർ മഴയില്ലാതെ വിഷമിച്ചാൽ സുലൈമാൻ മുസ്ലിയാർ എത്തി എന്നിട്ട് പറയും. ആളുകൾ തീരുമാനിക്കും നാട്ടിൽ കൂടിയിട്ട് നമുക്ക് സുലൈമാൻ മുസ്ലിയാർ എത്തി എന്നിട്ട് പറയാം. ഉറപ്പാണ് മൂപ്പര് കാശ് ചോദിക്കുന്നു. അതുകൊണ്ട് ഓരോ ഭൂമിന്റെ ഉടമസ്ഥരും കാശ് ശേഖരിക്കും. അപ്പൊ ചില വിളവുള്ള ആളുകൾ എന്ത് ചെയ്യും, അതിന്റെ അടിയിൽ നിന്ന് കാശ് കൊടുക്കൂല. കാരണം എല്ലായിടത്തും മഴയും അതിന്റെ ഇവിടെ ആയിട്ട് കിട്ടാതിരിക്കൂലല്ലോ കണക്കൂട്ടുകാർ. ഇവര് കാശിട്ട് പോകും. ചെന്ന പാടേനെ അവരോട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാകുന്നു, കാശ് കൊടുക്കും. ആ കാശ് മുന്നിൽ വെച്ചാൽ സുലൈമാൻ മൗലവി പറയും, ദ്വാരക്കൊന്നല്ല. സുലൈമാൻ മൗലവി പറയും, പടച്ചോൻ ഇത് ഞാൻ എന്നെ കണ്ട് വാങ്ങിയതാണ്. ഇത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ തീരുമാനിക്കേണ്ടേ നീയാണ്. സ്വീകരിക്കണമെങ്കിൽ ഇവർക്ക് മഴ കൊടുക്കണം എന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പ് നിങ്ങൾ പോയിക്കോളൂ, അവിടെ മഴ ചെയ്തിട്ടുണ്ടാവുന്നു. പൈസ മുമ്പ് പോക്കറ്റിൽ വെക്കും. അവിടെ ചെന്ന് നോക്കിയാൽ മഴ പെയ്തിട്ടുണ്ടാവും. അവരുടെ കണ്ടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷേ കാശ് കൊടുക്കാത്തവന്റെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും എത്തിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അന്നുള്ള ആളുകൾ നേർക്ക് നേരെ കണ്ടവരാണ് ഇപ്പൊ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ തവക്കുലാണ്. തവക്കുലിന്റെ അങ്ങേയറ്റാണ് ആ വർത്താനം. നിന്നെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്, ഇതല്ലേ തവക്കുൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിനോട്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം തവക്കുൽ കൊണ്ട് നേടിയെടുത്തതാണ് അവർ. അതാണ് മഹാനായ സുലൈമാൻ മുസ്ലിയാർ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം. നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സംഗതി ഉണ്ടായാലും ആളുകളൊക്കെ അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ. ആ സമൂഹത്തിൽ ഒഴുകിപ്പോവുകയാണ് നമ്മൾ. ഈ ദീനുള്ള നാം, ഖുർആൻ കയ്യിലുള്ളവർ, ഹദീസ് കയ്യിലുള്ളവർ, നിസ്കരിക്കുന്നവർ ഈ സമൂഹത്തിൽ ഒഴുകിപ്പോകേണ്ട ആളുകളാണ്. അവരാരോടെങ്കിലും പോയി പറഞ്ഞോട്ടെ, പഞ്ചായത്ത് ഓഫീസിലോ മന്ത്രിമാരോട് ആരോടെങ്കിലും പറയട്ടെ. നമുക്ക് പറയാനുള്ള അള്ളാഹുവിനോടല്ലേ. അള്ളാഹുവല്ലേ ഈ മഴ തരേണ്ടവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടില്ലേ, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. സൂറത്തുൽ വാഖിഅ സാധാരണ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അതെന്തുകൊണ്ട് സുന്നത്തായി എന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലത്തെ എണ്ണമറ്റ ആയത്തുകളാണ് അതിലുള്ളത്. കാരണം ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന തവക്കുലാണ്. അതുകൊണ്ടാണ് റസൂല് ഈ സൂറത്ത് നിങ്ങൾ ഓതാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമൃദ്ധി നൽകിയ ഒരു ഗ്രാമത്തിന്റെ നേതാവായിരുന്നു, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ്. പക്ഷേ ആ സമ്പൽ സമൃദ്ധി മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ച് അവസാനം ഫഖീറായി ജീവിച്ച മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ദീനിന്റെ ആധ്യാത്മികതയെ അതേപടി ഉൾക്കൊണ്ട മഹാനാണ്.
എത്രയോ സഹാബികൾ സമ്പന്നരായിരിക്കുമ്പോൾ പോലും ഉള്ള സമ്പത്ത് മുഴുവനും കൈയഴിച്ചുകൊണ്ട് ഒരു പൈസ പോലും കയ്യിൽ വെക്കുന്നത് വിശുദ്ധ ഖുർആന്റെ ആധ്യാത്മികമായ സന്ദേശത്തിന് എതിരാണെന്ന് വിശ്വസിച്ച മഹാനാണ് അബൂ ദർ ഗിഫാരി. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അബൂദറേ, നിന്റെ ഈ അഭിപ്രായങ്ങളൊന്നും ആളുകൾക്ക് പറ്റൂല. കുറ്റമല്ല, അത് ഓരോരോ രീതിയാണ്. ചിലർ വളരെ കർക്കശക്കാരായിരിക്കും, അങ്ങേറ്റത്തെ വറവിന്റെ ആളുകളായിരിക്കും. എല്ലാവർക്കും കൊണ്ട് അതിനെ കൊണ്ട് സാധിച്ചോളുന്നില്ല. സാധിക്കായ്മ കൊണ്ട് തന്നെ റസൂലുള്ള ആരെയും കുറ്റപ്പെടുത്താറില്ല. രണ്ട് കക്ഷിനെയും റസൂൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളും ചിന്തകളും താക്കത്തൊക്കെ ഉണ്ടാവില്ല. അതിന്റെ അപ്പുറം അവരോട് നിർബന്ധിക്കാൻ പറ്റൂലല്ലോ. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അബൂദറേ, തഈഷു വഹീദാ വതമൂതു വഹീദാ വതുബ്അസു വഹീദാ. നീ ഒറ്റക്ക് ദുനിയാവിൽ ജീവിക്കേണ്ടി വരും. മദീനയിൽ എണ്ണമറ്റ കൂട്ടുകാർ നിനക്കുണ്ടായിരിക്കെ തന്നെ അവരുടെ ഇടയിൽ നീ ഏകാന്തനായിരിക്കും. ജനക്കൂട്ടത്തിൽ നീ ഒറ്റപ്പെട്ടു പോകും. തഈഷു വഹീദാ വതമൂതു വഹീദാ. നീ ഏകാന്തമായ അവസ്ഥയിൽ ഒറ്റപ്പെട്ട് മരിക്കേണ്ടി വരും. വതുബ്അസു വഹീദാ. നാളെ മഹ്ശറയിൽ ജനകോടികൾക്കിടയിൽ നീ ഒറ്റക്ക് തന്നെ നട്ടല്ലോടെ നിവർന്ന് നടന്നു വരികയും ചെയ്യും. അവിടെയും നീ ഏകാന്തനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അബൂദറിന്റെ മഹത്വമാണ് പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞ മാതിരി തന്നെ അവിടുന്നൊക്കെ വഫാത്തായി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ റബദത്തിലേക്ക് മൂപ്പരെ താമസം മാറ്റേണ്ടി വന്നു. കാരണം ആളുകളുടെ മൂപ്പർക്ക് പറ്റുന്നില്ല. മദീനയിൽ തൊട്ടതൊക്കെ മൂപ്പര് എതിർക്കും, അല്ലെങ്കിൽ പ്രശ്നമാക്കും. ഒരാളൊരു പൈസ സൂക്ഷിക്കാൻ സമ്മതിക്കൂല. ആകെ പ്രശ്നമാവില്ലേ? ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ താക്കത്തിനപ്പുറമുള്ളവരോട് നിർബന്ധിച്ചിട്ടും കാര്യമില്ലല്ലോ. പക്ഷെ മൂപ്പർക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധം. അവസാനം മൂപ്പരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു ഉസ്മാൻ റളിയല്ലാഹു റബദത്തിൽ. ആ റബദത്തിൽ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവും രണ്ട് പെൺകുട്ടികളും മാത്രം. അവിടുന്ന് ആ അവസ്ഥയിൽ തന്നെയാണ് വഫാത്തായത്. അതുവഴി കടന്നു വരികയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു യാത്രാ സംഘമാണ് യാദൃശ്ചികമായിട്ട് ആ മരണസമയത്ത് അവിടെ വന്നുപെട്ടത്. അവരാണ് മയ്യത്തിന്റെ തജ്ഹീസൊക്കെ ചെയ്തത്. ആ ഏകാന്തതയിൽ ജീവിക്കുമ്പോഴും മക്കളൊരിക്കൽ പറഞ്ഞു, ഉപ്പാ, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ ആത്മമിത്രമല്ലേ, ഒന്ന് പോയി കണ്ടാൽ ഒരു കഞ്ഞി കുടിക്കാനുള്ള വക എന്തെങ്കിലും അമീറുൽ മുഅ്മിനീൻ അങ്ങേക്ക് സമ്മാനിക്കാതിരിക്കില്ലല്ലോ, ഒന്ന് പോയി കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ ഓതുക. ആ സൂറത്തുൽ വാഖിഅ ഓതിയാൽ ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു നിങ്ങളെ കാക്കുമെന്ന് എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ സമ്പത്ത്. അമീറുൽ മുഅ്മിനീനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇദാ വഖഅത്തിൽ വാഖിഅ ഓതിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ആ സൂറത്തിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ട്. അതിൽ അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് ഓതുന്നവർക്ക് മനസ്സിലാവും അള്ളാഹു ആണ് കാര്യങ്ങളുടെ ആള്, അമീറുൽ മുഅ്മിനീൻ അല്ല. പിന്നെ അള്ളാഹുവിൽ ഉറപ്പുണ്ടെങ്കിൽ റിസ്ക് തരുന്ന അള്ളാഹു തആല ഏറ്റതല്ലേ, എന്താ വിഷമിക്കാൻ? അതിന്റെ അർത്ഥം ഇദാ വഖഅത്തിൽ വാഖിഅ ഓതിയാൽ എല്ലാവരും മുതലാളിമാരാകുക എന്നൊന്നല്ല. ദാരിദ്ര്യത്തിന്റെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവില്ല. കാരണം അത് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മറികടക്കാൻ നിങ്ങൾക്ക് ആ സൂറത്ത് കൊണ്ട് കഴിയും. ആ സൂറത്തിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ശുദ്ധജലമില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ അതിനെ ഈ മേഘത്തിൽ നിന്ന് പുറത്ത് ഇറക്കി തരുന്നത്? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘങ്ങളിൽ നിന്ന് അതിനെ വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ? മുസ്ൻ എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ച പദം കേട്ടോ. മുസ്ൻ എന്ന് പറഞ്ഞാൽ സാധാരണ മേഘമല്ല, അതിന് സഹാബ് എന്നാ പറയും. സാധാരണ മേഘത്തെ മുസ്ൻ എന്ന് പറഞ്ഞാൽ മഴമേഘങ്ങളാണ്. അതായത് മഴയെ ഗർഭം ധരിച്ച മേഘങ്ങൾക്കാണ് മുസ്ൻ എന്ന് പറയാം. എല്ലാ മേഘങ്ങൾക്കും മുസ്ൻ എന്ന് പറയില്ല. അതായത് ചോദിക്കുന്നത്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, ആ മഴമേഘങ്ങളിൽ നിന്ന് അതിനെ വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ? അതല്ല അം നഹ്നുൽ മുൻസിലൂൻ, ഞാനാണോ അതിനെ വർഷിപ്പിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. എന്താണ് അതിന്റെ മറുപടി? അള്ളാഹു ആണെങ്കിൽ വരൾച്ചയും കഷ്ടപ്പാടുകളും മഴയില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് പരാതി പറയേണ്ടത്? റബ്ബിനോടല്ലേ. ഏറ്റവും ചുരുങ്ങിയത് ഈ നിങ്ങൾ നിസ്കരിക്കാനൊന്നും പോടില്ല എന്ന് വെക്കാം,
ഒരു 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം ദുആയിരുന്നൂടെ അള്ളാഹുവിനോട്, പഠിച്ചോനെ ഞങ്ങൾക്ക് മഴ വേണം? നിഷ്കളങ്കരായ ശ്രദ്ധയുള്ള ആലിമീങ്ങൾ ദുആ ചെയ്യും. പക്ഷെ അത് വളരെ അപൂർവമാണ്. പൊതുസമൂഹത്തിന്റെ തലയിൽ അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല. നാം ഈ ജനങ്ങളെ ഏറ്റവും അധികം ഉത്ബോധിപ്പിക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിലാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കേണ്ടത്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ എന്നവരെ ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം എല്ലാവരും പരാജയപ്പെടുകയാണ്, നിസ്സഹായരായി പോവുകയാണ് എല്ലാ ആളുകളും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ തവക്കുലാക്കണം. കാര്യങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരേണ്ടവൻ അള്ളാഹുവാണ്, നിങ്ങൾക്ക് ആഹാരം തരേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന ആ മഴവെള്ളത്തെ നാം കലർപ്പുള്ള വെള്ളമാക്കുമായിരുന്നു. നാം അതിനെ കലർപ്പുള്ള വെള്ളമാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആകാശത്ത് പെയ്യുന്ന മഴ ഞാനാണ് അതിന്റെ മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത്. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ മഴവെള്ളത്തെ നാം കലർപ്പുള്ള വെള്ളമാക്കുമായിരുന്നു എന്ന്. ഉണ്ടായില്ല ഇതിന്റെ ഇടക്കാലത്ത്? പണ്ട് ഉണ്ടായിരുന്നല്ലോ പേപ്പറിൽ, മഞ്ഞ മഴ പെയ്യുന്നു, ചുവന്ന മഴ പെയ്യുന്നു, അമ്മള മഴ പെയ്യുന്നു. ഈ മഴയിൽ അമ്ലാംശം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയോ? ആർക്കെങ്കിലും പ്രതിരോധിക്കാൻ കഴിയോ? അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകളെ കുറിച്ച് നല്ലതുപോലെ ആലോചിക്കണം. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം മാത്രമാണത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കണം. ഇഹലോകത്ത് റഹ്മാനായ റബ്ബിൽ നിങ്ങൾ തവക്കുലാക്കിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും. ഇഹലോകത്തിൽ ദുന്യാവിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ അമിതമായിട്ട് ശ്രദ്ധ ചെലുത്തണ്ട. നിങ്ങളുടെ സമ്മർദ്ദം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ മുഴുവനും ഉടമസ്ഥൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുമ്പോഴേ നാം വിനീതരാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായി പോകും. ഒരു സമ്പൽ സമൃദ്ധി, അല്ലെങ്കിൽ നല്ല വെള്ളമുള്ളൊരു കിണർ, നല്ലൊരു വീട്, ഇതൊക്കെ എൻ്റെതാണെന്നല്ലേ ഓരോരുത്തരുടെയും ധാരണ. യഥാർത്ഥത്തിൽ ഇത് അവൻ്റേതാണ്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 100 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നില്ല അത് എൻ്റെതാണ്. എന്നിട്ട് അയാളിപ്പോ എവിടെ? അന്ന് എൻ്റെതാണെന്ന് പറഞ്ഞ് അങ്ങാടിയിലൂടെ നടന്നിരുന്ന ആ മനുഷ്യൻ, അയാൾ എവിടെ? നിങ്ങൾ താമസിക്കുന്ന പറമ്പും വീടൊക്കെ 100 കൊല്ലം മുമ്പ് ആരുടേതായിരുന്നു? ഇനി നിങ്ങൾ ചിന്തിക്കുക, 100 കൊല്ലം കഴിഞ്ഞാൽ ഇതാരുടേതായിരിക്കും? വേറൊരാൾ പറയില്ല അത് എൻ്റെതാണ്. ഇപ്പൊ ആധാരം നിങ്ങളെ പേരിലുണ്ടെന്ന സമാധാനത്തിലുള്ള പീഡിയക്കൊലയിൽ നിന്നിട്ട് അത് എൻ്റെതാന്ന് പറയണത് അല്ലേ? 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ആധാരം നിങ്ങളുടെ പേരിലുണ്ടാവോ? മുമ്പൊരു 100 കൊല്ലം മുമ്പ് ഈ ആധാരം നിങ്ങളുടെ പേരിലായിരുന്നോ? ആരുടേതാണ്? ആരാണ് ശരിക്കും ഇതിന്റെ ഉടമസ്ഥൻ? ആരാണ് ഇതിന്റെ അവകാശി? ഈ ഭൂമിയുടെ അവകാശി ആരാണ്? ഈ ജലസ്രോതസ്സുകളുടെ അവകാശി ആരാണ്? ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണ്ടേ? താനെ തലകുനിച്ചു പോകും. നമ്മുടെയൊക്കെ പറയുന്ന വാക്കുകളുടെ പോഴത്തം, അതിന്റെ വിഡ്ഢിത്തം, നമ്മുടെ വാക്കിന്റെയൊക്കെ അഹങ്കാരം, അത് യാഥാർത്ഥ്യവുമായി ചേർത്ത് നോക്കുമ്പോൾ ലജ്ജിച്ച് തലകുനിച്ചു പോകും. അത്രമാത്രം ബുദ്ധിശൂന്യമായിട്ടാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. ഇതിനൊരു അവകാശമില്ല അള്ളാഹു അല്ലാതെ. അള്ളാഹു താല താൽക്കാലികമായി ഇത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു എന്ന് മാത്രം. അത് ഏത് നിമിഷം ഇല്ലാതായി പോവുകയും ചെയ്യാം. അതിനാൽ നിങ്ങൾ വിനീതരായിരിക്കണമെന്നും ഒരു പ്രതിസന്ധികളും ഫസാദുകളും നാശങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മെ ഉത്ബോധിപ്പിച്ച ഗംഭീരമായ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ ഉമയ്യത്ത് ശഅബാൻ റളിയല്ലാഹു തആല തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. മഹാനവറുകൾ പറയുന്നു, സഅൽതു അബാ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രമായിരുന്ന അബൂ സഅലബത്തുൽ ഖുശനിയോട് ചോദിച്ചു, യാ അബാ സഅലബ കൈഫ തഖൂലു ഫീ ഹാദിഹിൽ ആയ അലൈക്കും അൻഫുസകും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടി നോക്കിക്കൊള്ളണം. അലൈക്കും അൻഫുസകും സാധാരണ പറയില്ല, അവനാന്റെ തടി കാക്കാൻ. അള്ളാഹ് പറഞ്ഞു നിങ്ങളെ തടി നോക്കിക്കോളൂ ചങ്ങാതിമാരെ എന്ന് പറഞ്ഞു ഒരിക്കലും ഖുർആനിൽ. എന്താണ് ഇപ്പൊ അല്ലാഹു തആല പറയുന്നതിന്റെ അർത്ഥം? അവനവന്റെ തടി നോക്കാൻ പറയുന്നത്, അവനവന്റെ കാര്യം നോക്കാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഖുർആൻ വചനല്ലേ, സംഗതി 2 പദേ ഉള്ളൂ, 2 ലഫ്ളേ ഉള്ളൂ. അതിൽ പറഞ്ഞിട്ട് ചെയ്യാനത് അർത്ഥം മനസ്സിലാവണ്ടേ? ആരായി ചോദിക്കുന്നത്? അറബി ഭാഷ അറിയാത്ത ആളുകളൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രങ്ങളായ സ്വഹാബികളുടെ ശിഷ്യന്മാരാണ്. അവർ വിവരമില്ലാത്തവരോ ഭാഷ അറിയാത്തവരോ ഒന്നുമല്ല. പക്ഷേ അള്ളാഹുവിന്റെ ഒരു വാക്കിന്റെ ആശയം
ലളിതമായ, അതീവ ലളിതമായ ഒരു വാക്കാണ് അലൈക്കും അംഫുസക്കും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളണം എന്നുള്ള വാക്ക്. അതിന്റെ ആശയം എന്താണെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞിട്ട് അവർ സ്വഹാബിയെ കണ്ടെത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ അബാ സഅലബ കൈഫ തഖൂലു ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? അലൈക്കും അംഫുസക്കും എന്നുണ്ടല്ലോ ഖുർആനിൽ. ഖാല, മഹാനായ അബൂ സഅലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാഹി ലഖദ് സഅൽത അൻഹാ ഖബീറ. മൂപ്പര് പറഞ്ഞു, ഏതായിരുന്നു അള്ളാഹ് തന്നെയാണ് സത്യം, ശരിക്കും അതിനെപ്പറ്റി വിവരമുള്ള ആളോട് തന്നെയാണ് ഇപ്പൊ നീ ചോദിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ശരിക്കും അറിയുന്ന ആളോട് തന്നെയാണ് ഇപ്പൊ നീ ചോദിച്ചിട്ടുള്ളത്. കാരണം മൂപ്പര് വെറുതെ പറഞ്ഞതല്ല, അഹങ്കാരം പറഞ്ഞതല്ല. കാരണം സഅൽതു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹ് റസൂലിനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വിവരമുണ്ട് എന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിന്റെ ചോദ്യം ശരിയായ ആളോട് തന്നെയാണ്. ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റസൂലുള്ളാഹിൽ അതിന്റെ വിശദീകരണം കിട്ടാത്ത ഒരാള് പിന്നെ സ്വന്തം അഭിപ്രായം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായമല്ല എന്നർത്ഥം. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഞാൻ എന്നോട് ഈ പറയുന്ന വ്യാഖ്യാനം എന്റെ വകയല്ല. സഅൽതു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അലൈക്കും അംഫുസക്കും, നിങ്ങളുടെ തടി നിങ്ങൾ നോക്കിക്കൊള്ളണം എന്നുള്ള ആയത്തിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ എന്നോട് പറഞ്ഞു, ഇഗ്തമിറൂ ബിൽ മഅറൂഫ് വൻതഹൂ അനിൽ മുൻകർ ഹത്താ ഇദാ റഅയ്ത ശുഹം മുതാ വഹവം മുത്തബഅ വദുന്യം മുഅ്സറ വഇഅജാബ കുല്ലി ദീ റഅയിൻ ബിറഅയിഹി ഫഅലൈക ബിനഫ്സിക ودع عنك العوام فإن من ورائكم أيام الصبر فيهن مثل القبض على الجمر للعامل فيهن مثل أجر 50 رجلا يعملون مثل عمله. ഇമാം തുർമുദിയും അബൂദാവൂദും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ, നിങ്ങൾ ജനങ്ങൾക്ക് മാർഗദർശനം നൽകണം, ജനങ്ങളോട് നിങ്ങൾ നല്ല വഴി പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആളുകളോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹുവിൽ തവക്കുലാക്കാനും അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനും. ഇഹലോകത്തിന്റെ ജീവിതം നശ്വരമാണ്, വളരെ നിസ്സാരമാണെന്നും ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകി വഞ്ചിതരായി പോകരുതെന്നും ദുന്യാവാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോകരുതെന്നും അതുകൊണ്ട് തന്നെ ദുന്യാവിൽ മുഴുകി നിങ്ങൾ അള്ളാഹുവിന് മാറ് കാണിക്കരുത് എന്നും അള്ളാഹുവിന് എതിര് കാണിക്കുന്നതെന്നും മഅറൂഫായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അള്ളാഹ് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ജീവിത രീതി, ഖൈറായ കാര്യങ്ങൾ ഇന്നതാണെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. യുത്തമിറൂ ബിൽ മഅറൂഫ് വൻതഹൂ അനിൽ മുൻകർ. അള്ളാഹ് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ജനങ്ങളിൽ വ്യാപകമാകുമ്പോൾ അത് തെറ്റാണ്, അത് ചെയ്യരുത്, ആ സ്വഭാവം ശരിയല്ല, ആ പ്രവർത്തനം ശരിയല്ല, ആ കർമ്മരീതി ശരിയല്ല, ആ വിശ്വാസം ശരിയല്ല എന്ന വസ്തുത നിങ്ങളവരെ ഉത്ബോധിപ്പിക്കണമെന്നും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു.